ഹായ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് ഗോതമ്പ് പൊടിയിൽ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ എങ്ങനെ പുട്ട് ഉണ്ടാക്കണമെന്ന് നോക്കിപ്പോൾ കാണാം. അപ്പോൾ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറിന് അതേപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്ക് ഇത് നല്ലോണം ഇങ്ങനെ മിക്സാക്കാം. ചോറും ഗോതമ്പ് പൊടിയും നല്ലോണം ഇങ്ങനെ മിക്സാക്കണം. നല്ല മിക്സാക്കി പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഗ്ലാസ് എടുത്തിട്ട് ഇതൊന്ന് വെറുതെ ഒന്ന് കറക്കുക. ഇതാ ഇങ്ങനെ അത്ര ഇങ്ങനെയാവും. അപ്പോൾ ഒന്ന് ലേസ് കൂടെ ആക്കണം. ഇത് കണ്ട് ഇങ്ങനെ വരണം. ഇതിനി നമ്മൾക്ക് കുഴക്കുകയൊന്നും വേണ്ട, അങ്ങനെ തന്നെ വേറെ പാത്രത്തിലേക്ക് വെക്കാം. ഇങ്ങനെ വരണം. ഇപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുക്കട്ടെ. അങ്ങനെ ഇപ്പം ഞാൻ ഗോതമ്പ് പൊടിന് ചോറിനും കൂടെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടായി. എങ്ങനെ പറഞ്ഞാൽ വിട്ട് ഓരോരോ അടി, ഇങ്ങനെ ജാസ്തി കറക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടോ നല്ല. ഇനിയിപ്പോൾ ഇതിനെന്താ കുഴക്കുക ഒന്നും വേണ്ട. കണ്ട ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും ചോറും ഗോതമ്പ് പൊടിയല്ലേ. അപ്പോൾ അതിനെ ഞങ്ങൾ ജാസ്തി ഒന്ന് ഇങ്ങനെ കറക്കരുത്, അരയ്ക്കരുത്. ജസ്റ്റ് വിട്ടിട്ട് ഒന്നൊന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ റെഡിയായി, പുട്ടുപൊടി. ഇനി നമുക്കിതിനെ പുട്ടാക്കാം. തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്. പുട്ട് പാത്രം അടുപ്പിൽ വെച്ചിന് തീ ഒന്ന് കത്തിച്ചിട്ട് വെള്ളം ഒഴിച്ച് അത് ചൂടാവട്ടെ. ഇത് നമുക്ക് ആദ്യം ലേശം തേങ്ങ ഇടണം. പിന്നെ ഗോതമ്പ് പൊടി, നമ്മൾ പൊടിച്ച് വെച്ച പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അത്. പിന്നെ ലേശം കൂടെ തേങ്ങ, പിന്നെ അതിന് മുകളിൽ പിന്നെ ലേശം പുട്ടുപൊടി. ഇതേപോലെ നമുക്ക് റാഗിപ്പൊടിയും ഇതേപോലെ ചോറും ഇതേപോലെ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ റാഗിപ്പൊടിൻ്റെയും നമുക്ക് പുട്ടാക്കാം. റാഗിപ്പൊടിൻ്റെയും ഇനി നല്ല ടേസ്റ്റായിട്ടേ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ചപ്പാത്തിയും പൂരിയും ആക്കണമെങ്കിൽ നമുക്ക് പുട്ടെല്ലാം ഇതേപോലെ ഗോതമ്പ് പൊടിയിൽ നമുക്ക് പുട്ടൊക്കെ ആക്കാം. അപ്പോൾ ഇനിയത് വെള്ളം തിളച്ച് നല്ലോണം വേവട്ടെ. ഇങ്ങോട്ട് ആവി വരുമ്പോൾ അറിയാം വെന്തു വേവട്ടെ. അപ്പോൾ നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ വെന്തു. അപ്പോൾ നമുക്ക് എന്താന്ന് എടുക്കാം.
വെന്ത് വരുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലെല്ലാം വരും. അപ്പോൾ ഒരു കഷ്ണമായി ഒരു കുറ്റി കുത്തായി. അപ്പം ഇനി രണ്ടാമത് നമുക്ക് വേറെ ഒന്നും ഇടാം. രസം അരിൻ്റെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഉപ്പ് വെള്ളം കൂട്ടിയിട്ട് ഇതേപോലെ കുഴച്ചിട്ട് വെക്കണം. ഇതിപ്പോൾ അങ്ങനെ ആക്കൊന്നും വേണ്ട, ഇത് തന്നെ മിക്സായി വരുമല്ലേ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ചിക്കാനായി. അതിലൊരു കപ്പിൽ മൂന്ന് കുറ്റിയാവും. അതാവട്ടെ. നമുക്ക് പുട്ടിന്റെ ടേസ്റ്റ് നോക്കാം. ആദ്യം മൂന്നിശക്ക് കൊടുക്കാം. കറി വേണം, കറി വെച്ചിട്ടാണെങ്കിലും കഴിക്കാം, അല്ല പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും കഴിക്കാം. ഞാൻ കടല ബട്ടാണി ചെറുപയർ എല്ലാം ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് മൂന്ന് കഴിക്കട്ടെ. മതിയാ? അപ്പം ടേസ്റ്റ് നോക്കാം. അവിടെ തിന്നിട്ട് ടേസ്റ്റ് പറയണം. നല്ല അരിപ്പുട്ടാക്കണം. അങ്ങനെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യണ്ടല്ലോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് പഴംകൂട്ടി ഇനിയും പാങ്ങുണ്ടാവും അല്ലേ? നല്ല ഉണ്ടാവും. ഇപ്പം സൂപ്പർ അല്ലേ? അപ്പോൾ ഗായ്സ്, അമ്മ ഗോതമ്പ് പുട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായി. നമ്മൾ മാമൂല് പുട്ട് ആക്കുന്ന ഇത് അതിൻ്റെ കാട്ടി ടേസ്റ്റ് ഇതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായത്. അപ്പോൾ പണിയും ഇല്ല, പൊടിച്ചു വെക്കണം വറുത്ത് വെക്കണം എന്നുള്ള പണിയൊന്നുമില്ല. രാവിലെ ഇത് കുറച്ച് പൊടിയെടുക്കുക, ലേസ് ചോറ് എടുക്കുക. നല്ലോണം ചോറ് തണുത്ത ചോറായിരിക്കണം, പിന്നെ ചൂടല്ല, തണുത്ത ചോറായിരിക്കണം. അത് നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് കറക്കിയാൽ മതി. അറിയാം, ഇപ്പം ഞാൻ കാണിച്ചില്ല അതേപോലെ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.